എന്നാ ഒന്നും കൂടെ പറ ഐ ലവ് യൂന്ന്. ആ സന്തോഷം നോക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ആദ്യം തന്നെ എല്ലാവർക്കും വിഷ് യു വെരി 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 ഹാപ്പി വാലന്റൈൻസ് ഡേ. ഐ നോ ലവ് ഇസ് ടു ബി സെലിബ്രേറ്റഡ് എവറി ഡേ, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഒക്കേഷൻ കിട്ടുമ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യാൻ പാടില്ലാണ് എൻ്റെ ഒരു പോളിസി. സോ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്നത്തെ പ്ലാൻ മൊത്തം കുളമായി കേട്ടോ. കാരണം ആക്ച്വലി നമ്മളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ സെറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സോ നമുക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള കപ്പിൾസ് മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ജെഫ്രിൻ്റെ എന്തായാലും കപ്പിളല്ല, പിന്നെ ജെഫ്രിനോട് ഇല്ലാത്തതുകൊണ്ട് ജെഫ്രിനെ കട്ട് ചെയ്തു. അന്തും മേരിയാനായിരുന്നു. അന്തു അൺഫോർച്ചുനേറ്റ്ലി ഫെൽ സിക്ക് ഇന്നലെ രാത്രി. സോ അന്തും മേരിയാനും ബാക്ക് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു റൊമാൻറ്റിക് കപ്പിളിനെ തപ്പി നടക്കുമായിരുന്നു. കാരണം ഓൾറെഡി 4 പേർക്കുള്ള ടേബിളാണ്, 5 പേർക്ക് വേദമില്ലാതെ നമുക്ക് എന്താ വാലന്റൈൻസ് ഡേ. അപ്പോൾ 5 പേർക്കുള്ള ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ ഒരു റൊമാൻറ്റിക് കപ്പിളിനെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. സോ ആദ്യമേ ആ ഒരു യാത്രയാണ് ഒരു റൊമാൻറ്റിക് കപ്പിളിനെ കണ്ടുപിടിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. ഹാപ്പി വാലന്റൈൻസ് ഡേ. വേദന എന്താന്ന് മനസ്സിലായില്ല. വേദം എല്ലാവരും റെഡ് ഇടുന്നോണ്ട് വിചാരിക്കുവാണ് ഡ്രാക്കുളയുടെ ബർത്ത്ഡേ ആണ് അല്ലേ. ഇതിന്റെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടോ, മറ്റേ ലൈനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹെയർ കട്ടാണ്. ഒരു ഷോർട്ട് ഹെയർ കട്ട് വെട്ടാമെന്ന് വിചാരിച്ചു. കാരണം ഇനി സമ്മർ മന്ത്സ് ആണ്, നമ്മുടെ സമ്മർ ട്രിപ്സ് ഒക്കെ ഉടനെ തന്നെ തുടങ്ങും അല്ലേ. വാലന്റൈൻസ് ഡേ അമ്പോ. താങ്ക് യു. ഒരാള് നോക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞേ നമ്മുടെ ഒരു റൊമാൻറ്റിക് കപ്പിളിന് വയ്യാതെ ബാക്ക് ഔട്ട് ചെയ്തു. അടുത്ത റൊമാൻറ്റിക് കപ്പിളിനുള്ള യാത്രയാ തേടി പിടിക്കാനുള്ളത്. ആരാന്ന് നമുക്ക് തപ്പിയിട്ട് കിട്ടിയിട്ട് പറയാം. ഏറ്റവും റൊമാൻറ്റിക് ആയിരിക്കണം. ആ റൊമാൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഷാറുഖ് ഖാൻ കാജോള് മാറി നിൽക്കും. തുടങ്ങി. This is from Happy Store. Okay. And this is the brand called Junki. ഇവരുടെയാണ് ബ്ലാക്ക് ഡ്രസ് നമ്മുടെ ഇന്ന് കളഞ്ഞു പോയത് അല്ലേ. നമ്മുടെ നല്ല പെട്ടിയിൽ മിസ്പ്ലേസ് ആയത്. ബർത്ത്ഡേ കിട്ടാ ബ്ലാക്ക് ഗൗൺ അതും പെട്ടിയിൽ വെച്ച് മടക്കി ആ പെട്ടിയോടെ കളഞ്ഞു. ഓക്കേ. അപ്പോൾ ഇത് ജുങ്കി എന്ന ബ്രാൻഡാണ്. നല്ലല്ലേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ പറയാം, ഞങ്ങൾ ഏറ്റവും ഒരു റൊമാൻറ്റിക് കപ്പിളിനെ തപ്പി നടക്കുമായിരുന്നു ഞങ്ങളുടെ കൂടെ വരാനായിട്ട്. ലാസ്റ്റ് ഡാഡിനെ മമ്മിനെയും കിട്ടിയത്. അല്ലേ പണ്ടായിരുന്നു. പിന്നെന്തു പറ്റി? പ്രായമായില്ല, അതനുസരിച്ചുള്ള മാറ്റം വരില്ലേ. പക്ഷെ പ്രിയക്കാൻ മാറ്റമില്ലല്ലോ ഇത്രയും പ്രായമായിട്ട്. അച്ഛന്റെ അമ്മയുടെ ട്രെയിനിങ് ആണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. നിങ്ങളുടെ റൊമാൻസ് സീക്രട്ട് ഡാഡി പറയുമായിരുന്നു. മമ്മിയുടെ ആ ഭംഗിയാന്ന് അല്ലേ. 60 വർഷമായിട്ട് ആ ഭംഗി മാറിയിട്ടില്ലല്ലോ. ഇരിക്കുന്ന കഫേ യൂത്തോപ്പിയയിലേക്കാണ്. ഇവിടുത്തെ ആംബിയൻസ് എനിക്കത് കൊച്ചിയിലെ ടോപ്പ് 3 ആംബിയൻസ് ഔട്ട്ഡോർ ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ് ആയിരിക്കും. ഇവരുടെ റീല് കുറെ കണ്ടിട്ടുണ്ട്, വീഡിയോസ് കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അഭിരാമീനെ എനിക്ക് പരിചയമുണ്ട്. സോ അഭിരാമീനെ വിളിച്ചിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. അതെ, നമ്മളെ പോലെ ഒരു സ്പെഷ്യൽ സ്ഥലത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് എത്ര സ്പെഷ്യൽ ആണ് അതുപോലത്തെ ഒരു സ്പെഷ്യൽ സ്ഥലത്ത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്ന്. പുകയൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെയോ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ സ്ഥലം അവിടെ നോക്കാലോ. റീല് കണ്ട് കൊതിച്ചെത്തിയ സ്ഥലമാണ് കഫേ യൂത്തോപ്പിയ. നോക്കിക്കോടെ, ഇവിടെ കേറുമ്പോ പറഞ്ഞില്ല വേറൊരു സ്ഥലത്തേക്ക് കേറുന്ന പോലെ ആയിരിക്കും. ഇൻസ്റ്റയിൽ കണ്ടതേം കാട്ടി അടിപൊളിയാണ്. എന്റെ അമ്മോ, സീതമായി വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഡാഡി? അല്ലെ, ഭയങ്കര നല്ല സെറ്റപ്പ്. പക്ഷെ ഇത്ര ഉള്ളിലേക്കുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഇത്ര ഉള്ളിലായാലും അടിപൊളിയല്ലേ. അടിപൊളിയാണ് അല്ലേ. കായൽ അതാണ് മെയിൻ ഹൈലൈറ്റ്. നോക്കിയിരിക്കാം. അഭിരാമി എല്ലാവർക്കും അറിയാലോ. അഭിരാമിനെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അഭിരാമിയാണ് യൂത്തോപ്പിയയുടെ ഓണർ. പാട്ടിന്ന് റെസ്റ്റോറന്റിലേക്ക് എത്തിയോ? അതെ, പാട്ടും ഫുഡും ഹരങ്ങളാണ്. ഇനി അങ്ങോട്ട് പാട്ട് കേൾക്കാൻ പറ്റുമോ? പിന്നെ ഇവിടെ
ലൈവ് മ്യൂസിക് ഉണ്ടോ? പാട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പാടുമെന്നുള്ളത് അറിയില്ല. വരുന്ന ഗസ്റ്റുകളെ നിർത്തണമല്ലോ, അവര് പറഞ്ഞു ഓടിക്കരുതല്ലോ. അത് അപ്പൊ അതുകൊണ്ട് സ്വയമായിട്ട് അല്ല, അങ്ങനെയാണെങ്കിൽ പ്രിയൻ ഒരിക്കലും സ്റ്റേജിൽ കയറ്റരുത്. നമ്മുടെ മെയിൻ അല്ലാതെ കേറി വരുമ്പോ തന്നെ ഒരു ആർട്ടിസ്റ്റിന്റെ ക്രിയേറ്റിവിറ്റി മൊത്തം ഇവിടെയുണ്ട്. പാടിയില്ലെങ്കിലും കലയുണ്ടല്ലോ. അത് കാണാനുണ്ട്, ശരിക്കും കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ പറയാണ് കേറി വരുമ്പോ തന്നെ ഒരു ബാലി ഫീലിംഗ് ആണ്. താങ്ക് യു. അപ്പൊ നമുക്കത് ഫുൾ കണ്ടിട്ട് വരാം. പ്ലീസ്. ഞങ്ങള് മൊത്തം കേറി കണ്ടു. എന്തൊരു ആംബിയൻസ്. The place is so beautiful. The ambience is so beautiful. ഫുഡിന്റെ കാര്യം കഴിച്ചിട്ടേ പറയാൻ പറ്റും. അത് ഫുഡ് കഴിച്ച എന്തായാലും നല്ല തന്നെ ആയിരിക്കും. ഫുഡൊന്നും വേണ്ട. അതെ, എനിക്ക് ആംബിയൻസും പ്ലേസ് ഒക്കെ കണ്ടാൽ മതി. വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ, ഒരു പ്രൈവസി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ only thing is that since we are coming this far, ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫുൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുവാ അല്ലെ, ഒരു 5 to 9 5 to ഇവിടെ ക്ലോസിംഗ് ടൈം വരെ സ്പെൻഡ് ചെയ്യാൻ വരുവാ. കയറി വരുമ്പോൾ തന്നെ അവർ ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന നോക്ക്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പെർമനന്റ് ആയിരിക്കും. വാലന്റൈൻസ് ഡേയുടെ ഏരിയ നമ്മൾ കാണിച്ചു തരാം. ഓഫ്, ആ ഏരിയ നോക്ക്. നിങ്ങൾ മാക്സിമം ഫ്രണ്ടിലത്തെ ഏരിയ തന്നെ ഇരിക്കാൻ നോക്കുക. മുകളിലത്തെ ഏരിയ നോക്ക്. എന്ത് ഭംഗിയല്ലേ, അടിപൊളിയായിട്ടില്ലേ? ഫുൾ ഐ മീൻ റെഡ് ബലൂൺസ്, പ്രിയക്ക് നമ്മുടെ സ്റ്റോറിലും ബലൂൺസ് തൂക്കണമെന്നുണ്ടായിരുന്നു, ഞങ്ങൾ സമ്മതിച്ചില്ല. ഫുൾ ബലൂൺസും ലൈറ്റ്സ് ഒക്കെ വരുമ്പോ തന്നെ ഒരു 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 വൈബാ. ഇത് കാണുമ്പോഴാണ് ഇപ്പൊ മനസ്സിലാവുന്നത് നമുക്ക് തൂക്കായിരുന്നു എന്ന്. ഇപ്പൊ നീ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇനിയിപ്പോ അടുത്ത വർഷം നോക്കാം. ബ്യൂട്ടിഫുൾ കേട്ടോ, ഒരുപാട് സീറ്റിംഗ് ഉണ്ട്. എല്ലാം ഔട്ട്ഡോർ ആണ്. ഐ ഡോണ്ട് തിങ്ക് സോ ഇൻഡോർ പ്ലേസസ് ദെയർ. ലൈക്ക് AC ഉള്ള സ്ഥലം ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ കാറ്റ് ധാരാളം, ലാവിഷ് ആണ്. Only one happiness in life. പക്ഷെ 2 വേണമെങ്കിൽ എഴുതാം. ഫുഡും കൂടെ ഉണ്ട്, ലവ് ആൻഡ് ഫുഡ് ഉണ്ട്. അത് ഇവിടത്തേക്ക് ആപ്റ്റ് ആയാലേ. അത് ദില്ലുവിന്റെ ഫുഡ് ഇഷ്ടമല്ല, എല്ലാവർക്കും ഫുഡ് ഇഷ്ടം. വെറുതെ ആൾക്കാർ പറയത്തേ ഉള്ളൂ, ഫുഡ് ഇഷ്ടമല്ലാത്ത ലോകത്ത് ആരും ഇല്ല. ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ, ഇപ്പുറത്തും ഉണ്ടല്ലോ സ്ഥലം. 45 സെന്റ്സ് ആണ് മൊത്തം ഏരിയ. ആൻഡ് ഇവിടെ തെയ്യത്തിന്റെ ഒക്കെ ഒരു ഭഗവതിയുടെ ഒരു അതൊന്ന് കാണിച്ചിട്ട് വരാം. കാണിച്ചു, ഭഗവതിയുടെ രൂപമൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവര്? എനിക്ക് ഏറ്റവും ഇഷ്ടമായ എന്താ അറിയോ, കൊറേ ചെടികളുണ്ട്. ഡാഡി മമ്മിക്ക് അതുകൊണ്ടാണ് ഇത്ര ഇഷ്ടമായത്. ചെടിയുണ്ട്, പിന്നെ കായലടുത്താണ്. അത് കാണിച്ചു തരാം. അങ്ങോട്ട് പോയിട്ടേ നമുക്ക് ആ തെയ്യത്തിന്റെ ഏരിയ കാണിച്ചു തരാം. എവിടെ നിന്ന് പോയാലും നേരെ കായലിൽ പോയി എൻഡ് ചെയ്യും. അതെ, എന്തൊരു ഒറിജിനാലിറ്റി അല്ലേ. ആരാ, അഭിരാമയാണോ ഇതിന്റെ ഭയങ്കര ഈ ആർട്ട് ഫോമിന്റെ ഭയങ്കര ഇതാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്? ഒരു ദേവി ഉണ്ടെന്ന്, ആ ദേവീനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന തെയ്യമാന്ന് പറഞ്ഞു. അടിപൊളി. പ്രിയക്ക് പറ്റിയ, പ്രിയക്ക് ഇത്രയും ഇഷ്ടാവാനുള്ള കാര്യം എന്താണെന്നറിയോ? ഈ ഒരു വ്യൂ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇതേ ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു ലൈറ്റ്സ് ഒക്കെ വെച്ചപ്പോ ഉണ്ടല്ലോ ഒരു യൂറോപ്യൻ ഫീൽ ഇല്ലേ, സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ. ഇതൊരു കാമല്ലേ. കഫേ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതായിരിക്കണം. പണ്ട് ഇവർക്ക് ഇവിടെ ബോട്ട് ഉണ്ടായിരുന്നു, വഞ്ചി ഉണ്ടായിരുന്നു, ജസ്റ്റ് ടൂറിന് വേണ്ടിട്ട്. പക്ഷെ വെള്ളം കുറവാണ് സമയത്ത് അത് സ്റ്റക്ക് ആവും. അതുകൊണ്ട് ഇപ്പൊ അവര് നിർത്തി വെച്ചിരിക്കുകയാണ്. നല്ലതല്ലേ, കയറി ഒരു ബോട്ട് ടൂറും കൂടെ ഉണ്ടെങ്കിൽ. ഇന്ന് തന്നെ വീഡിയോ എടുത്ത് കഴിയോ പ്രിയ? ഫോട്ടോസ് എടുത്ത് കഴിയോ ഇൻസ്റ്റാഗ്രാമിലേക്ക്? ഫുഡും എല്ലാം കഴിക്കാനുള്ള സമയം കാണുമോ? നല്ല സുഖമല്ലേ. ഇതല്ല സംഭവം, ഇവിടുന്നുള്ള തിരിയമ്പളുള്ള വ്യൂ ആണ് ഇവിടുത്തെ സംഭവം. എല്ലാ ഹൈറ്റില് താഴെ ഐ മീൻ കായൽ സാരികത്ത് എല്ലായിടത്തും ഉണ്ട്. അതാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ പറ്റിയ പ്രൈവറ്റ് ഏരിയ ആണ്. അത് നോക്ക് മുകളില്. പിന്നെ അവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഒറ്റ ഷോട്ട് ആയിരിക്കും. നമ്മള് ഇങ്ങനെ കേറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എന്തൊരു എഫേർട്ട് എടുത്തിട്ട് എനിക്കത് ഫുള്ളായിരിക്കും ചിലപ്പോ ഇന്ന് കേട്ടാ. നോക്കിക്കോ വ്യൂ നോക്ക് ഗൈസ്, അമേസിംഗ് നോ. ആൻഡ് ഇവിടെ ഇതുപോലെ സ്പെഷ്യൽ ആയിട്ട് ആരോ റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. ആബ്സല്യൂട്ട്ലി സ്റ്റാൻഡിങ്, ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ അല്ലേ. ഞാൻ കണ്ട എന്ത് സ്പെഷ്യൽ ആരുടെയോ ഇതാ അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടിരിക്കുന്ന. പ്രിയ? ആ, വേറെ ആരുടെയോ? അടിപൊളി. എന്നാ ഒന്നും കൂടെ പറ, ഐ ലവ് യു. അപ്പേരെ ഇഷ്ടം. ഇനി നല്ല ലൈവ് മ്യൂസിക്കും നല്ല ഫുഡും കൂടെ വന്നു കഴിയുമ്പോ വേറെ എന്ത് വേണം ഗൈസ്? പീപ്പിൾ ഹു യു ലവ്, ഗുഡ് മ്യൂസിക്, ഗുഡ് ആംബിയൻസ്, ഗുഡ് ഫുഡ്.
പെർഫെക്റ്റ് ഡേ നോ പെർഫെക്റ്റ് ഡേ. ചോറ് എന്തെങ്കിലും ഫുഡായിട്ട് വരുന്ന മമ്മി മമ്മി അല്ല കേട്ടോ പ്രിയ കൊണ്ടുവന്ന് ആലോചിച്ച് നോക്ക് കഴിക്കാൻ വരുന്ന സ്ഥലത്ത് ഫുഡായിട്ട് വരുന്നത്. അത് കണ്ടപ്പോഴേക്കും എല്ലാവർക്കും കൊതി. ഡാഡി ആദ്യം തന്നെ തുറക്കേ. ഇത് വനിതാ എക്സിബിഷന് വാങ്ങിയതാണ്. പ്ലേസിലേക്കുണ്ടല്ലോ എത്ര ലവ് ആണ് അവർ പോർ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനത്തെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഓരോ കോർണേഴ്സ് ഒരു ബ്യൂട്ടിഫുൾ ആക്കി വെക്കാനുണ്ട്. വെറുതെ ചെടി വെക്കാതെ നോട്ട് ജസ്റ്റ് ബ്യൂട്ടിഫുൾ ഓൾ സ്മോൾ എലിമെന്റ്. ഐ മീൻ അത്രയും പാഷനോട് തുടങ്ങിയ സ്ഥലമാണ് ഇത്. നമുക്ക് മനസ്സിലാവും. ഓബിയസ്ലി ഒരു പ്രൊഫഷണൽ ആർക്കിടെക്ട് ഒക്കെ ചെയ്ത ഇന്റീരിയർ ഡിസൈൻ ചെയ്താലും ഭംഗിയായിരിക്കും. പക്ഷെ ഒരു സോൾ വരണമെങ്കിൽ ആ ഓണറും അതിൽ അത്രയും ഇൻവോൾവ് ആയിരിക്കണം. അവിടെ ഇത് നമുക്ക് ശരിക്കും ഐ എം ഷുവർ വാട്ട് എവർ ദ ഓണേഴ്സ് ഹാഡ് ഇൻ വിഷൻ അത് അവർ ഇതിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിനൊക്കെ ഓർമ്മയാണ് വരുന്നത്. ആ ലവോടെ ചെയ്ത ഒരു ഫീലിംഗ് ഇവിടെ നിന്ന് വരുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞാൻ കേട്ടു ആ ഫ്ലോപ്പ് പ്രിയ പുക ഇവിടെ കൊതുകിനാണെന്ന് ചോദിച്ചപ്പോ ഡാഡിക്ക് വൈബ് കിട്ടുന്നുണ്ടോ? ഡാഡി വൈബ് ഉണ്ടോ? നല്ല വൈബ് ഉണ്ടോന്ന്? ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആണെന്ന് ആഘോഷിക്കുന്നത്. ആരുടെ എന്താ പറഞ്ഞ? ഇത് ഹോട്ടലിന്റെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആണോ? അല്ല, ഇവരുടെ ഡാഡി പറയണേ ഫെബ്രുവരി 14 വരുന്നോ പോകുന്നൊന്നും അറിയുന്നില്ല. എന്താ ഡാഡി അങ്ങനെ? പണ്ടത്തെ കാലത്തൊന്നും ആഘോഷം ഇല്ലാന്ന്. അതെന്താ അറിയോ? എല്ലാ ദിവസവും റൊമാൻറ്റിക് ആയിട്ടുള്ളവർക്ക് എന്തിനാ സ്പെഷ്യൽ ഡേ? അല്ല ഡാഡി, എല്ലാ ദിവസവും റൊമാൻറ്റിക് ആയിട്ടുള്ളവർക്ക് എന്തിനാ സ്പെഷ്യൽ ഡേ എന്ന്? അത് ശരിയാണ്. ഇത് തന്നെ സൂപ്പർ അല്ലേ? ഗ്രേപ്സിന്റെ സ്കിന്നും ഉണ്ട്. എനിക്കൊന്ന് ഒരു ഗ്രേപ്പ് ജ്യൂസ് തന്നെ മിക്സിയിലിട്ട് നന്നായി അടിച്ചിട്ട് വേറെ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക് ഗ്രേപ്പ് ജ്യൂസ്. ബ്ലഡ്. ആ ഡ്രാക്കുളയുടെ ബ്ലഡ് ഇത്. എന്നാ പേഴ്സണലി തോന്നേ ഈ പണ്ടത്തെ കാലത്തെ വാലന്റൈൻസ് ഡേ ഇന്നത്തെ കാലത്തെ വാലന്റൈൻസ് ഡേ ഇവരുടെ കാലത്തിൽ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കാലത്ത് അത്യാവശ്യം എല്ലാവരും എഫേർട്ട് എടുക്കുമായിരുന്നു. വീണ്ടും ഇന്നത്തെ കാലത്തും കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതെന്താണെന്നറിയില്ല. നമ്മുടെ കാലഘട്ടമാണ് ആക്ച്വലി ബെസ്റ്റ്. അതെ അല്ലേ? കാരണം അതെ പണ്ടത്തെ ആൾക്കാർക്കാണെങ്കിൽ ഇഷ്ടം മാതിരി സമയവും എപ്പോഴും കൂടെയല്ലേ? അതെ അതെ എനിക്കത് അതായിരുന്നു ബെസ്റ്റ് വാലന്റൈൻസ്. ബെസ്റ്റ് ജനറേഷൻ നമ്മുടെ ആയിരുന്നു കേട്ടാ. ഭയങ്കര ഇരുട്ടുമല്ല. അതല്ലേ ഒരുവിധം ഒരു ക്യാൻഡിൽ തൂക്കിയിട്ടിരിക്കുന്ന പോലെ ഒരു ടീം വെച്ചിരിക്കുന്നത് തന്നെ. ഇവിടെ ക്യാൻഡിലുണ്ട്. കത്തിക്കും അമ്മി. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കളിക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലത്തും കഫേസ് ഒക്കെ ഞാൻ വിചാരിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുന്നു. ഞാൻ ഇതുവരെ ഒരു കഫേ പോയിട്ട് കഫേയിൽ ഈ ലൈം ജ്യൂസ് ലൈം സോഡ ഒന്നും 50-60 രൂപയ്ക്കൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര ചീപ്പാണ്. അല്ലാതെ എല്ലാം ഒരു മിഡ് റേഞ്ചിനെ കാട്ടി അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് റേറ്റ് മിക്ക ഫുഡിനും വരുന്നുള്ളൂ. സ്റ്റാർട്ടേഴ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഇന്ന് പ്രിയനെ കൊണ്ട് ഞാൻ ഷവർമ കഴിക്കും. ലവ് ഡേയിൽ വാലന്റൈൻ ഡേക്ക് പാനിപ്പൂരി ഷവർമ. യു ലൈക്ക് പാനിപ്പൂരി നോ? സോ ഒരു ഇഷ്ടമുള്ളത് ഒരു ഇഷ്ടമല്ലാത്ത കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഈ കഫേയുടെ വേറൊരു ഗുണം എന്ന് അറിയോ? കേരള ഫുഡിലാണ് ഇവർ മെയിൻ ഫോക്കസ്. കാരണം കഫേയിലെ യൂറോപ്യൻ ഇവിടെ യൂറോപ്യൻ ഫുഡ് ഉണ്ട്. പക്ഷെ കേരള ഫുഡ് എടുത്ത കഫേസ് കുറവല്ലേ? ഇത് ഇവിടെ നോക്കിക്കേ ഇടിച്ച കോഴി. കോഴി ഇടിച്ച് ചതച്ച് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ വരട്ടി കുറച്ച് ഉണക്കമുളകും ഇട്ട് സവാള സൈഡിൽ ഇട്ട് പ്രിയ കൊതിയ ഇട്ട് ഇരിക്കുന്നുണ്ട്. ഡാഡി കണ്ടിട്ട് എങ്ങനെയുണ്ട്? കഴിക്കണം എന്ന് തോന്നുന്നുണ്ടോ? മമ്മിക്ക് തോന്നുന്നുണ്ടോ? മമ്മി ടെംപ്റ്റേഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് ടെംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വന്ന് കഴിച്ചാണ്. എന്നിട്ട് കൊതിയ പോലെ ടേസ്റ്റ് ഉണ്ടോ? ഇത് നോക്കട്ടെ. നമ്മുടെ തട്ടുകടയിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഈ ചിക്കൻ്റെ പൊടി കിട്ടും. ഭയങ്കര ടേസ്റ്റ് ആണെന്നറിയാലോ. അത് കുറച്ച് ഹൈ ക്വാളിറ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുമോ അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതിൽ തേങ്ങാപ്പീരയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആബ്സല്യൂട്ട്ലി മസ്റ്റ് ട്രൈ സ്റ്റാർട്ട്. ഇവിടെ സീ ഫുഡ് ആണെന്ന് തോന്നുന്നു മെയിൻ. പക്ഷെ ഇത് ഒരിക്കലും കഴിക്കാതെ പോകരുത്. എങ്ങനെയുണ്ട്? ഇത് ആക്ച്വലി ഇതിൻ്റെ കൂടെ ഒരു പൊറോട്ട ഒക്കെ കഴിച്ചാൽ പൊറോട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും പൊട്ടി. അതെ ഇതിൻ്റെ കൂടെ ഒരു പൊറോട്ടയും ചപ്പാത്തി വെച്ച് കഴിക്കാനും സൂപ്പർ ആയിരിക്കും. അടിപൊളി. ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഡാഡിയുടെ അടുത്ത് വന്നത് എക്സ്ട്രാ ഡാഡിയോടുള്ള സ്നേഹം കൊണ്ടല്ല. ആദ്യമായിട്ടാണ് എനിക്കൊരു വെജ് ആപ്പറ്റൈസർ കണ്ടിട്ട് ഭയങ്കര കൊതിയാണ്. ഇത് ബാറ്റർ ഫ്രൈഡ് സ്പിനച്ച് വിത്ത് ഹണിയാണ്. ഒരു സോസും ഇല്ലാതെ കഴിക്കുവാണ്. ഇത് കണ്ട കുറച്ച് ഹണിയൊക്കെ കാണാം. തിൻലി ഫ്രൈഡ് ബാറ്റർ ആണ്. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എ ചിപ്പ്. മമ്മി കാണണ്ട, തീർക്കരുത്. ഓ
നൈസ്. ക്രിസ്പി സ്വീറ്റ്, ആ സ്പിനാച്ചിന്റെ കുറച്ചൊരു സ്ട്രോങ് ഫ്ലേവർ. ഒരു ബൈറ്റ് എടുത്ത് നോക്ക്. അടിപൊളിയല്ലേ? മമ്മിയുടെ ഫുഡ് ഞങ്ങൾ അടിച്ചു ചേർത്ത് കേട്ടോ അമ്മി. അടിപൊളിയല്ലേ? ഞാനും അതെ കഴിക്കുന്നത്. പ്രോൺസിന്റെ ഒരു കോക്ടെയിൽ പോലത്തെ ഒരു ഷ്രിംപ് ഡൈനമൈറ്റ് എന്നൊക്കെ പറയുന്നതിന്റെ ഇവരുടെ ഒരു ട്വിസ്റ്റ്. ഇത് പാനിപ്പൂരി ഷോർമ. സോ അകത്ത് കംപ്ലീറ്റ് ഷോർമ ഫില്ലിംഗ് ആണ് പാനിപ്പൂരിയുടെ അകത്ത്. അതിന്റെ കൂടെ ഒരു സോസും തരും. പക്ഷെ എന്റെ പ്രശ്നം സ്റ്റാർട്ടേഴ്സ് തന്നെ ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. മെയിൻ കോഴ്സ് കഴിക്കാൻ പാടാ. ഇവരുടെ ഡൈനമൈറ്റ് ഷ്രിംപ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഷ്രിംപ് ബാറ്റർ ഫ്രൈഡ് ആണ്. സാധാരണ നമ്മള് മറ്റേ PF ചാങ്സിനൊന്നും ബാറ്റർ ഫ്രൈഡ് ആയിരിക്കില്ലല്ലോ. ഇത് ബാറ്റർ ഫ്രൈഡ് ആണ്. സോസ് ഗുഡ്. സ്വീറ്റ് മയോണീസ്, ഒരു 1000 ഐലൻഡ്സും ഒരു സ്വീറ്റ് ഒരു മയോ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത ഒരു സംഭവമാണ്. ബാറ്റർ ഫ്രൈ ചെയ്തുകൊണ്ട് കഴിക്കാൻ അഡിക്റ്റീവ് ആണ്. അടിപൊളി. പാനിപ്പൂരി ഷോർമയില് ആദ്യം നമുക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് അത് സ്വീറ്റ് ആയിരിക്കും. ഇത് എന്ത് ഫ്ലേവർ ആയിരിക്കുമോ? ഭയങ്കര ഫ്ലേവർഫുൾ, ഭയങ്കര റിച്ച് ആണ്. എൻ്റെ ഫ്രണ്ട് ഞാൻ ഒഴിച്ചത്ര സോസ് ഒഴിക്കണ്ട. സോസ് ഒഴിക്കാതെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കാരണം സ്വീറ്റ് സോസ് വരുമ്പോൾ അത്രയും ഒരു ചില്ലി സ്വീറ്റ് സോസ് ആണ്. അതല്ലാതെ പ്രോപ്പർ ഷോർമ മാത്രമുള്ളത് കഴിച്ചു നോക്കാം. ഇതാണ് സംഭവം. ഷോർമനെ നമുക്കൊരു ക്രിസ്പി ബാറ്ററിൽ കിട്ടിയ എങ്ങനെ ഇരിക്കും? ആ വെളിയിലത്തെ റോട്ടിയോ ബ്രെഡോ കുറച്ച് ക്രിസ്പി ആണെങ്കിൽ അങ്ങനെ ഇരിക്കും. ആ ഒരു കോമ്പിനേഷൻ ഇതുണ്ടല്ലോ. ഇത് സംഭവം അടിപൊളിയാണ്. ഉള്ളി തിങ് ഐ തിങ്സ് എനിക്ക് തോന്നുന്നു സോസ് അകത്ത് ഇത്രയും വേണ്ട. കാരണം ചിക്കനെ കാട്ടി ഓവർ പവറിങ് സോസാണ്. പക്ഷെ കോൺസെപ്റ്റും അകത്തെ മീറ്റിന്റെ ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ്. മീറ്റ് മാത്രമായിട്ട് എടുത്ത് കഴിച്ചു നോക്കി, അടിപൊളിയാണ്. കുറച്ചും കൂടി സോസ് വെച്ച് കഴിഞ്ഞാൽ ആ മീറ്റിന്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് വരെ എന്താ അടിപൊളിയല്ലേ? നല്ലതല്ലേ? എൻ്റെ നല്ലത്. എൻ്റെ മാംഗോ പാഷൻ ഫ്രൂട്ട് ചില്ലി ലൈം, പ്രിയയുടെ ഐസ് ടീ. എന്താണ് എൻ്റെ എന്താ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഡ്രിങ്ക്? ഉത്തോപ്യൻ മോക്ടെയിലോ അങ്ങനെ എന്തോ പറഞ്ഞ സംഭവം. മസ്റ്റ് ട്രൈ. നമുക്ക് ബോളി പൊട്ടിച്ച് അടിപൊളിയായിരിക്കും കേട്ടോ. സ്വീറ്റ് ആൻഡ് സ്പൈസി. ബോളിക്ക് നല്ല മധുരമുണ്ട്. ബീഫ് ഓവർ സ്പൈസി അല്ല. പെർഫെക്റ്റ് കോമ്പിനേഷൻ. നമ്മുടെ പഴംപൊരി ഇതിനെ കാട്ടി കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ബോളിയും ബീഫും. അടിപൊളി. ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ്. ഇനി പ്ലാറ്റർ ഇവിടുത്തെ താരം വരും. അപ്പൊ അതങ്ങനെ കഴിക്കും. എന്നിട്ട് ഇത്രയും ഇത് ആർത്തിയോടെ കഴിച്ചിട്ട് പറയും എന്റെ വയറ് ഫുള്ളായിന്ന്. എനിക്ക് തോന്നി ആ ഡയലോഗ് എന്താ വരാത്ത നോക്കുമായിരുന്നു. നല്ല കോമ്പിനേഷനാ. ഡാഡി ഇതുവരെ ബീഫ് കഴിച്ചിട്ടേ ഇല്ല. പണ്ട് കഴിച്ചിട്ടില്ല. ഇല്ല, ഇത് ഞാൻ ഇപ്പഴാ ശ്രദ്ധിക്കുന്നത്. എന്റെ ബാക്കിലുള്ള ഫോട്ടോ കണ്ട ഇവിടെ മതില് എന്റെ മുടി കണ്ട? ഞാൻ ഇപ്പഴാ കാണുന്നത്. ഇത് നോക്ക്. അതാ പറഞ്ഞ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. മുടി ചെടിയാണ്. ഇതൊക്കെ മമ്മി ഇങ്ങനെ ചെയ്തുകൂടെ നിങ്ങൾക്ക്? ആറ് വന്നിട്ടുണ്ട്. യൂറോപ്യൻ സീ ഫുഡ് പ്ലാറ്റർ. പ്രോൺസ്, ഞണ്ട്, സ്ക്വിഡ്, കാന്താരി, എന്തൊക്കെയോ പൊള്ളിച്ചത്, കപ്പ, വേറെ എന്ത് വേണം? മുറത്തില് സെർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അന്തോന് ഇതില് പ്രോൺസ് സ്ക്വിഡ് ഒക്കെ അന്തോന് ഇഷ്ടമാണ്. ഇതിന്റെ കോസ്റ്റ് അറൌണ്ട് 2000 or 2200 ആണ്. പക്ഷെ ഈസി ആയിട്ട് 5 പേർക്ക് 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. വേണമെങ്കിൽ ഒരു എക്സ്ട്രാ 2-3 ചപ്പാത്തിയോ പൊറോട്ടോ എല്ലാം പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും തുടങ്ങുന്നത് ഇവരുടെ അപ്പവും ഈ ഒരു പച്ച കളർ പ്രോൺസിലുമാണ്. എന്തൊരു ഭംഗിയല്ല. ഒരു ചമ്മന്തിയിലൊക്കെ ഇട്ട ഒരു ചെമ്മീൻ പോലെ തോന്നുന്നുണ്ട്. ഓഫ്. ഇറ്റാലിയൻസ് ഒക്കെ പറയുന്ന പോലെ മാമ മിയ. നല്ല ഒരു ചമ്മന്തി, പച്ച കാന്താരി ചമ്മന്തിയിൽ അത് ഒട്ടും സ്പൈസി അല്ല കേട്ടോ. ഒരു ക്രീമിനെസ് ആണ്. അതിന്റെ കൂടെ ആ പ്രോൺസും ചെറിയ അപ്പവും ഔട്ട്സ്റ്റാൻഡിങ്. നോക്ക്. ഓഫ്. ടൈഗർ പ്രോൺസ് ഗ്രില്ല് ചെയ്ത് അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുപോലെ ചെമ്മീൻ്റെ മീറ്റ് മാത്രമായിട്ട് കിട്ടും. പ്രിയ, ചെമ്മീൻ്റെ മീറ്റ് മാത്രം.
എന്താ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല എന്ന് പറയണ്ട. ആര് തരും? ചെമ്മീൻ പൊളിച്ച് കഴിച്ചു നോക്ക്. സൂപ്പർ ഗ്രിൽഡ് പ്രോൺസ്. ഞാൻ നോക്കട്ടെ. ഇവിടെ എടുക്കുക, ഇവിടെ വെക്കുക. ഫസ്റ്റ് ടേസ്റ്റ് പെപ്പർ, ചില്ലി പൗഡർ, എക്സ്ട്രീംലി ഫ്രഷ്. ഈ പ്രോൺസിനൊക്കെ ഉണ്ടല്ലോ, ഒരു ഫ്രോസൺ ആകുമ്പോൾ നമുക്ക് ആ ടെക്സ്ചറിലൊക്കെ വ്യത്യാസം വരും. ഓബിയസ്ലി ഫ്രോസൺ പ്രോൺ ടേസ്റ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഫ്രഷ് ആകുമ്പോൾ ടെക്സ്ചറിലാണ് ഏറ്റവും വ്യത്യാസം വരുന്നത് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അടിപൊളി സംഭവം. സീ ഫുഡ് പ്ലാറ്റർ, ബോളി, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഇടിച്ച ചിക്കൻ ആൻഡ് ഡ്രിങ്ക്സ്. കളറും ഒക്കെ നോക്കട്ടെ. രണ്ടിങ്ങനെ കഴിക്കാൻ പറ്റില്ല, അറിയാലോ, കടിച്ചേ കഴിക്കാൻ കൊള്ളുള്ളൂ. ഒരു കള്ള് ഷോപ്പിലെ ഞണ്ട, ഓവർ സ്പൈസി അല്ല, കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ട്. എനിക്കൊന്ന് ഉള്ളിയുടെ സവാള താളിച്ച് കളിച്ച് അതിൻ്റെ ഒരു മധുരം വരുന്നതെന്ന് തോന്നുന്നു. കഷ്ണം ക്വാണ്ടിറ്റി തന്നെയാണ്, ഇറ്റ്സ് സോ ഹ്യൂജ് ക്വാണ്ടിറ്റി. നമുക്ക് കുറേ പേരുണ്ടെങ്കിൽ ഇത് കാര്യമുള്ളൂ. മിനിമം ഒരു 5-6 പേര് വേണം, അത്രയും വേണം. ജെഫ്രിനൊക്കെ പോലെ വേണ്ട, ജെഫ്രിനും മറ്റേ ആളും. അന്തുവാ, അന്തു ഒന്നും വെറുതെയാ. ജെഫ്രിനും ഇപ്പൊ വെറുതെയാന്നേ. ഞാനാണ് ശരിക്കും ഒരു ലോയൽ ഫുഡ് കഴിക്കുന്ന ആള്. ജെഫ്രിൻ കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ ജെഫ്രിൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. എല്ലാം യൂണിക്കാവും. ഇതൊക്കെ ഒരുപാട് സവാള ഇട്ടിട്ടുണ്ട്. എല്ലാത്തിനും ചെറിയ മധുരമുണ്ട്. പിന്നെ ആ സാധനത്തിന്റെ ഫ്രഷ്നെസ്സും. എനിക്ക് പേഴ്സണലി പെർഫെക്റ്റ് ലെവൽ ഓഫ് സ്പൈസിനെസ്. ലൈക്ക് കള്ള് ഷോപ്പൊക്കെ ആകുമ്പോൾ ഓവർ സ്പൈസി അല്ല, പക്ഷെ ഇത് കണ്ട ഭയങ്കര മസാല സ്പൈസി ആയിട്ട് തോന്നുന്നു. ഒരുപാട് മസാല ഉണ്ട്, പക്ഷെ ഒരുപാട് സ്പൈസി അല്ല. ഇത് മീൻ പൊള്ളിച്ചത് കുറച്ച് അൺബോക്സ് ചെയ്ത് ഏത് മീനാണെന്നൊന്നും അറിയില്ല, പക്ഷെ കണ്ടു നല്ല ഫ്രഷ് ആണ്. ഈ ബാക്കിലെ കായലിൽ നിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും. വെളിച്ചെണ്ണ, വെളുത്തുള്ളി, ഇടിച്ച മുളക്, നമ്മുടെ കേരള ഒരു മസാല. കേരള ഫുഡ് അമേസിംഗ് ഓയോ. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് സ്ട്രോബെറി, പിങ്ക് കളർ സ്ട്രോബെറി ഷേക്ക്, മിൽക്ക് ഷേക്ക് ഡാഡി. ആ സന്തോഷം നോക്ക്. വരട്ടെ, പകുതി എടുക്കാൻ പറ്റും. കഴിക്കില്ല, അതുകൊണ്ടാ, അല്ല സ്നേഹം കൊണ്ടല്ല, തീർക്കാൻ പറ്റാത്ത കൊണ്ടാണ്. ഞങ്ങള് എല്ലാരും ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. എന്ത് തീർക്കാൻ പറ്റാത്തോണ്ട്, അല്ലാതെ സ്നേഹം കൊണ്ടല്ല. നോക്കട്ടെ. കോഫി, ക്രീം കേക്ക്, ചോക്ലേറ്റ്. ഇത് എനിക്കറിയില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവുന്നു. കാരണം റിയൽ തിരമിസു എന്ന് പറഞ്ഞാൽ ഓവർ സ്വീറ്റ് ആയിരിക്കില്ല. കോഫിയുടെ ബിറ്റർനെസ് കാണും. ഇതിന് ബിറ്റർനെസ് ഉണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്, സോക്ഡ് ആണ്. കേക്ക് സോക്ഡ്, നൈസ് ഫ്രഷ് ക്രീം, ആവശ്യമുള്ള ചോക്ലേറ്റ്. ഉള്ളി തിങ് ഇവരുടെ ഒരു ട്വിസ്റ്റ് കൊണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്പ് ഉണ്ട്. ശരിക്കുള്ള തിരമിസുവിൽ ഞാൻ കഴിച്ചതിൽ ചോക്ലേറ്റ് ചിപ്പ് ഒന്നുമില്ല, പക്ഷെ ഇറ്റ് ആഡ്സ് എ ക്രഞ്ച്. മധുരം എന്ന് പറയുന്ന ഒരു ഡെസേർട്ടാണ്. നമ്മുടെ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സംഭവം. ഇത് ഫ്രൂട്ട്സ്, കാഷ്യൂ, കിസ്മിസ്, ഐസ്ക്രീം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഷുഗർ സിറപ്പ്, പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയല്ലോ. പ്രസാദം അതിന്റെ ഒരു ഇവരുടെ ഒരു ഫ്യൂഷൻ ടേക്ക് ആണ്. നൈസ് നോ? ഉരുളിയിലൊക്കെയാ സെർവ് ചെയ്യുന്നത്. അപ്പൊ ബെല്ല് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് എടുത്തിട്ട് അടിക്കാനുള്ളതാ. ഹാപ്പി ആയത്, കഴിക്കാൻ റെഡിയായി. ഇത് എന്താണെന്നറിയോ? ഷുഗർ സിറപ്പ് അല്ല, നെയ്യും ഉണ്ട്. നെയ്യും ഷുഗറുവാ. ഇത് മാത്രം കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? അയ്യോ പറയണ്ട. ഇനി ഇത് നോക്കട്ടെ. വളരെ സിമ്പിൾ. ഐസ്ക്രീം മിക്സഡ് ഫ്രൂട്ട് സാലഡ് ഇല്ലേ, അത് തന്നെ. പക്ഷെ ആ നെയ്യും പഞ്ചസാരയും വരുന്നതിലാണ് കാര്യം. വാലന്റൈൻസ് ഡേ വെരി ഗുഡ്. ഹാപ്പി ആയോ? ആദ്യത്തെ വാലന്റൈൻസ് ഡേ മകളും മരുമുണ്ടയും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട്. മമ്മി മറ്റേ അഭിരാമിയുടെ അമ്മയായിട്ട് ഫുൾ അവിടെ കോൺവെർസേഷൻ ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ. എന്തായാലും മമ്മി ഹാപ്പി അല്ലേ? ഒരു ഔട്ടിംഗ് ഒക്കെ ആയപ്പോ അല്ലേ? പുറത്ത് വന്നിട്ട്. അതെ,
എനിക്ക് അനങ്ങാൻ വയ്യ. വാലന്റൈൻസ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? Super. ഡിഫറെന്റ് ആയിരുന്നല്ലേ നമ്മള്? ഞാൻ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് പിന്നെ അടിപൊളിയായിരുന്നല്ലോ, നമ്മൾ അതിൽ കൂടെ പറഞ്ഞല്ലോ. പക്ഷെ ബ്യൂട്ടിഫുൾ വാലന്റൈൻസ് ഡേ. You never forget also. യാ നമ്മൾ വിചാരിച്ചു ഫ്ലോപ്പ് ആയി, കാരണം ബാക്ക് ഔട്ട് ചെയ്തല്ലോ, അതൊന്നും വയ്യാതായല്ലോ. പക്ഷെ എന്തായാലും ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. ആൻഡ് ഇനിയും ഇതുപോലത്തെ കുറെ വാലന്റൈൻസ് ഡേ ഉണ്ടാവട്ടെ അല്ലെ, നമുക്കല്ല എല്ലാവർക്കും. എവറി ഡേ വാലന്റൈൻസ് ഡേ പോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. Everyday ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വന്ന് എല്ലാ ദിവസവും അതെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ, അതാണ് മെയിൻ തിങ്. സോ എന്തായാലും കഫേ ഉത്തോപ്പിനോട് ഒരു ബിഗ് താങ്ക്സ് നമ്മളെ ഇവിടെ ഹോസ്റ്റ് ചെയ്തേന്ന്. ആൻഡ് നമുക്ക് അഭിരാമിയോട് സ്പെഷ്യലി. അതെ, ആൻഡ് വന്നിട്ട് ട്രൈ ചെയ്യേണ്ട കേരള ഫുഡാണ്. അതാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് മോർ ദാൻ ദ യൂറോപ്യൻ ഫുഡ്. ആൻഡ് ദാറ്റ് മറ്റേ പ്ലാറ്റർ. അതെ. സോ എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. Stay happy. ബൈ. Happy Valentine's Day. ബൈ വേദോ. ബൈ. വേദു ആണ് തിരമസ് മൊത്തം കഴിച്ചേട്ടാ.